അൻവർ ഷാ, ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് തന്നെ പല ആളുകളും ഇതിനോട് വിയോജിച്ചുകൊണ്ടൊക്കെ പരസ്യ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ്റെ മുൻപ് കണ്ടത് കഴിഞ്ഞ തവണ അദ്ദേഹം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ വി ഡി സതീശൻ എന്ന് പറഞ്ഞായിരുന്നു. ഇത്തവണ അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ജാതി പേരുകൂടി ചേർത്തുകൊണ്ട് നടത്തിയിട്ടുള്ള വിശേഷണം മുഖ്യമന്ത്രിയായപ്പോൾ അത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. എന്തു പറയുന്നു? വിധേയമായിട്ടുണ്ട് എന്തു പറയുന്നു? ശരത്തെ, ആദ്യം നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് മറുപടി പറയാനായിട്ട് പറ്റിയില്ല, ടൈം കിട്ടിയില്ല. എനിക്ക് തോന്നി വി ഡി സതീശനോടൊപ്പം ആരെങ്കിലും അപ്പുറത്തെ ക്യാമ്പിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ് താങ്കൾ ചോദിച്ചത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും ഒരു കാരണവശാലും ഈ നിൽക്കുന്നവരാരും വരില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഹൈക്കമാൻഡും KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ നമുക്കറിയാം ശക്തനാണ്, AICC ചുമതലയുള്ള സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ നിൽക്കുന്ന ഇപ്പൊ ഷാഫി പറമ്പിൽ പോലും മറുകണ്ഠം ചാടിയതിന്റെ കാരണം എന്തെന്നറിയോ? ഷാഫി പറമ്പിലിന് നാളെ ഫ്യൂച്ചറുള്ള പൊളിറ്റീഷ്യനാണ്. സ്വാഭാവികമായിട്ട് നാളെ AICCയുടെ ജനറൽ സെക്രട്ടറിയോ AICC സെക്രട്ടറിയോ ഒക്കെ ആവണമെങ്കിൽ തന്നെ KC വേണം. അപ്പൊ ഇപ്പൊ നിൽക്കുന്ന എല്ലാ ആൾക്കാരും യങ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെല്ലാം ഓരോരോ സ്ഥാനം വേണം. സ്വാഭാവികമായിട്ട് വി ഡി സതീശൻ 5 വർഷമേ കാണുള്ളൂ. സതീശനോടൊപ്പം പോയി കഴിഞ്ഞാൽ ഇനി അവർക്ക് ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും വി ഡി സതീശനോടൊപ്പം ഇവരൊന്നും ഉറച്ചു നിൽക്കാനേ പോകുന്നില്ല എന്നുള്ളത് വസ്തുത മാത്രമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ മേനോൻ എന്നുള്ള വടശ്ശേരി ദാമോദര മേനോൻ, അപ്പം ഞാനൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് ഞാനും പറഞ്ഞിരുന്നത് ഈ വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ എന്നാണ്. പക്ഷെ പെട്ടെന്നാണ് സത്യപ്രതിജ്ഞയുടെ സമയത്ത് വന്നപ്പോൾ ഒരു മേനോനും കൂടി അഡീഷണൽ ആയിട്ട് വന്ന, സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ സതീശൻ എന്ന് പറയുന്ന ഒരാൾ വേറെ ആര് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമില്ല. സതീശൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ നെഹ്റൂവിയൻസ് സോഷ്യലിസ്റ്റ് ആണ്, ഞാൻ നെഹ്റൂവിയനാണ് എന്ന് റീസെന്റ് വരെ പറഞ്ഞ ആളാണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ ജാതിപ്പേരെന്ന് പറയുന്ന ഒരു സാധനം കേരള സമൂഹത്തിൽ മാറുമ്പോൾ എല്ലാത്തിനും നമുക്കറിയാമല്ലോ. ഇപ്പോൾ നെഹ്റൂവിയൻ സോഷ്യലിസം എന്ന് പറയുമ്പോൾ ഏത് കൺസെപ്റ്റാണ്, എന്താണ് ഒരു രാഷ്ട്രീയ സ്വഭാവത്തിൽ മുന്നോട്ട് വെക്കുന്നതെന്നൊക്കെ അറിയാം. പക്ഷെ സതീഷ് അത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിക്കളയാണ്. അപ്പം അദ്ദേഹം വേറെ ആർക്കോ കൊടുക്കുന്നൊരു മെസ്സേജാണ് അത്. കേരളത്തിലെ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഒരു സെക്കുലർ സ്റ്റേറ്റിന് അല്ലെങ്കിൽ സെക്കുലർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് അല്ല, വേറെ ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ അതിഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ഞാൻ ഇന്ന കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിന് നമ്മളിനി കാത്തിരുന്ന് കാണാം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന നിലപാടുകളും ഇനി മുഖ്യമന്ത്രി ആയതിനു ശേഷം വരുന്ന തീരുമാനങ്ങളൊക്കെ എന്തിനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് കണ്ടറിയാം. റൈറ്റ്.